ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ മൾട്ടി ആക്സിൽ ട്രക്കുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരറിവ് പകർന്നു നൽകാം, അല്ലെങ്കിൽ അവർക്കൊരു ഡ്രൈവിംഗ് ടിപ്പ് പറഞ്ഞു കൊടുക്കാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ ബാക്കിൽ കിടക്കുന്ന വാഹനമാണ് ഞാൻ ഓടിക്കുന്നത്. 14 വീലാണ്. ഇതിൽ ഞാനൊരു കാര്യം ഇന്ന് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മൾ ഈ ടിന്നാക്സിലുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അറിയാമല്ലോ, 14 വീലിന് തൊട്ട് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ തൊട്ട് ബാക്കിൽ സ്റ്റിയറബിളായിട്ടുള്ള ഒരു ആക്സിൽ തൊട്ട് ബാക്കി വരും. ഈ ടിന്നാക്സിലുള്ള വാഹനങ്ങളിൽ നമ്മൾ ഹമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമ്മൾ കാണപ്പെടാത്ത, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അറിയാം, ചിലർക്ക് അറിയത്തില്ല, ഈ അറിയാൻ വയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു മർദ്ദം നമ്മുടെ ടയറിനേക്കുന്നുണ്ട്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹമ്പിലേക്ക് കയറുന്ന സമയത്ത് ബാക്കിലത്തെ ടിൻ ആക്സിൽ ഫ്രണ്ട് ആക്സിൽ കയറുമ്പോൾ പൊങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രണ്ട് വീല് പൊങ്ങുമ്പോൾ ടിന്നാക്സിൽ കൂടെ പൊങ്ങുന്ന സമയത്ത് ബ്രേക്കേൽ കാല് വെച്ചിരിക്കുമ്പോൾ ഈ ടിന്നാക്സിൽ കയറി ജാം ആവുകയാണ്, ബ്രേക്കേ കാല് വെച്ചേക്കുന്ന കാരണത്താൽ. അതിനുശേഷം ഫ്രണ്ട് വീൽ അങ്ങോട്ട് ഹമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കറങ്ങാതെ ബ്രേക്കേ ജാമായിരിക്കുന്ന ടിന്നാക്സിൽ പോയി ഇടിച്ച് ഹമ്പിലോട്ട് കയറുകയാണ്. ആ സമയത്ത് ഫ്രണ്ട് വീല് പൊങ്ങുകയും ആ വീൽ ഇതേപോലെ തന്നെ ബ്രേക്ക് ജാമായി അതിനുശേഷം അതും താപ്പോട്ട് പോയി ഇടിച്ചിറങ്ങിയാണ് കറങ്ങുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവാറുണ്ട്. ഒന്ന്, ടയറിന് ഡാമേജ് വരാം. രണ്ടാമത് ഇതിൻ്റെ ബ്രേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്ന ബ്രേക്കിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാം. ബാക്കി എന്തൊക്കെ ഡാമേജ് വരും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ മലയാളികളാണ് നോക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇതിനൊരു കോമഡി ഞാൻ കണ്ടെത്തി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഞാനത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തേക്കുന്നതെന്ന്. നമ്മൾ ഹമ്പിൽ എത്തുന്നതിന് മുമ്പ് അതിൽ കയറേണ്ട സ്പീഡ് അത്യാവശ്യം മെയിൻറ്റെയിൻ ആയി വന്നതിന് ശേഷം ബ്രേക്ക് ചവിട്ടാതെ ഹമ്പ് കയറി ഇറങ്ങി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നമുക്ക് ഇല്ലാതെ വരും. അപ്പോൾ ഞാനിത് ബാക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ വ്യക്തമായി കണ്ടു നോക്കുക, എങ്ങനെയാണ് ഇത് മർദ്ദം വന്ന് ഇടിക്കുന്നത് എന്നൊക്കെ. ഇത് അത്യാവശ്യമുള്ള ലോറി ഓണേഴ്സും നമ്മുടെ മൾട്ടി ആക്സിൽ ഓടിക്കുന്ന ഡ്രൈവർമാരും കണ്ട് താല്പര്യമെങ്കിൽ സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ.